ഹലോ, വെൽക്കം ടു മാത് വിന്നർ. BC മാത്സ് സെം 1ന്റെ 17ാമത്തെ പാർട്ട്. രണ്ട് പ്രൂഫ് പഠിക്കാം. ഓക്കെ, ഒന്നാമത്തത്, ഷോ ദാറ്റ് ദി നമ്പർ ഓഫ് ലീപ് ഇയേഴ്സ് L. എന്താണ് ക്യാപിറ്റൽ L? എന്താണ്? നമ്പർ ഓഫ് ലീപ് ഇയേഴ്സ്. നമ്പർ ഓഫ് ലീപ് ഇയേഴ്സ്, ക്യാപിറ്റൽ L, നമ്പർ ഓഫ് ലീപ് ഇയേഴ്സ് ആണ്. ആഫ്റ്റർ 1600 ആൻഡ് നോട്ട് എക്സീഡിങ് എ ഗീവൺ ഇയർ y ഈസ് ഗീവൺ ബൈ. എന്താ ഞാൻ ഇവിടെ പറഞ്ഞത്? L എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലീപ് ഇയേഴ്സ്. എങ്ങനെയുള്ള ലീപ് ഇയേഴ്സ് ആണ്? 1600നും വൈക്കും ഇടയിലുള്ള ലീപ് ഇയർ. y എന്ന് പറയുന്നത് ഒരു ഗീവൺ ഇയർ ആണ്. അത് ഏത് ഇയർ വേണമെങ്കിലും ആകാം. 1600ന് ശേഷമുള്ള ഒരു ഇയർ ആണ്. അപ്പോൾ L എന്ന് പറയുന്നത് 1600നും വൈക്കും ഇടയിലുള്ള നമ്പർ ഓഫ് ലീപ് ഇയേഴ്സ് ആണ്. ഓക്കെ അല്ലേ? നോക്കിയേ, അത് എടുത്തിരിക്കുന്ന നോക്കിയേ. ലെറ്റ് N ബി എ ഇയർ. N എന്ന് പറയുന്നത് ഒരു ഇയർ, നമുക്കറിയില്ല. സച്ച് ദാറ്റ് 1600 ലെസ് ദാൻ N ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. അപ്പൊ ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. ക്യാപിറ്റൽ L എന്താണ്? നമ്പർ ഓഫ് ലീപ് ഇയേഴ്സ്, ലീപ് ഇയേഴ്സിന്റെ എണ്ണം. എങ്ങനെയുള്ള ലീപ് ഇയേഴ്സ് ആണ്? 1600നും y എന്ന് പറയുന്ന ഒരു ഗീവൺ ഇയറിനും ഇടയിലുള്ള നമ്പർ ഓഫ് ലീപ് ഇയേഴ്സ് ആണ് ക്യാപിറ്റൽ ലെറ്റർ L. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, N എന്ന് പറയുന്നത് അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു ഇയർ. ഒക്കെ ഉണ്ടോ? 1600 ലെസ് ദാൻ N ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. നോക്കിയേ, 1600 ഇവിടെ നോട്ട് ഇൻക്ലൂഡഡ് ആണ്, ഇൻക്ലൂഡഡ് അല്ല. y എന്താണ്? ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ റേഞ്ച് പറഞ്ഞിരിക്കുന്നത് 1600, ഇവിടെ y എന്ന് പറയുന്നത് ഒരു ഗീവൺ ഇയർ, നമുക്കറിയത്തില്ല. 1600ന് ശേഷമുള്ള ഒരു ഗീവൺ ഇയർ ആണ് y എന്ന് പറയുന്നത്. 1600ന് ശേഷം എന്ന് പറയുമ്പം 1700, 1800 അല്ലെ, ഏതെങ്കിലും ഒക്കെ ഒരു ഇയർ ആണ് y എന്ന് പറയുന്നത്. 1600ന് ശേഷമുള്ള ഒരു ഇയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിലുള്ള നമ്പർ ഓഫ് ലീപ് ഇയേഴ്സ് ആണ് ക്യാപിറ്റൽ ലെറ്റർ L. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ലീപ് ഇയേഴ്സ് കാണാനുള്ള ഒരു ഫോർമുലയാണ് എന്താണ്? L ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/4 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/100 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/400 മൈനസ് 388. ഇതാണ് ഫോർമുല. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ഡിറൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഷോ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലെറ്റ് N ബി എ ഇയർ സച്ച് ദാറ്റ് 1600 ലെസ് ദാൻ N ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ എടുക്കണം. N എന്ന് പറയുന്നത് 1600ന്റെയും വൈയുടെയും ഇടയിലുള്ള ഒരു ഇയർ ആണ്. ഓക്കെ, അപ്പം അത് ഏതൊക്കെ വരാം? നമുക്ക് അതിനൊന്ന് സെറ്റ് ആക്കി എഴുതുവാണെങ്കിൽ ഏതൊക്കെ ഇയേഴ്സ് അവിടെ വരാൻ സാധ്യതയുണ്ട്? 1600 നോട്ട് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അത് കഴിഞ്ഞുള്ള ഇയർ 1601, 1602, 1603 എക്സെട്ര. ഞാൻ ഇവിടെ അടുത്ത് എഴുതാൻ പോകുന്നത് 1700, 1800 എക്സെട്ര, 2000 എക്സെട്ര y. ഓക്കെ, ഇതാണ് ഞാൻ സെറ്റ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ലീപ് ഇയേഴ്സ്. ഈ സെറ്റില് എത്ര ലീപ് ഇയേഴ്സ് വരുന്നുണ്ടെന്ന് നോക്കണം. എത്ര ലീപ് ഇയേഴ്സ്, ലീപ് ഇയേഴ്സിന്റെ എണ്ണം ആണ് കണ്ടുപിടിക്കേണ്ടത്. ലീപ് ഇയേഴ്സ് ആണ് വേണ്ടത്. ഓക്കെ അല്ലേ? ലീപ് ഇയേഴ്സിന്റെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ 1600 എന്ന് പറയുന്നത് ഒരു ലീപ് ഇയർ ആണ്. 1600
ഈസ് എ ലീപ്പ് ഇയർ. 1600 ലീപ്പ് ഇയർ ആണ്. ഓക്കെ, അപ്പൊ 1600 ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ അത് കഴിഞ്ഞുള്ള അടുത്ത ലീപ്പ് ഇയർ ഏതാണ്? ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ 4 വർഷം ഇടവിട്ട് വരുന്ന ഇയർ അല്ലേ ലീപ്പ് ഇയർ. അപ്പൊ 1600 കഴിഞ്ഞാൽ 1604 ആണ് അടുത്ത ലീപ്പ് ഇയർ. 1604 എന്താണ്? ഈസ് എ ലീപ്പ് ഇയർ. 1604 ഈസ് എ ലീപ്പ് ഇയർ. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു ലീപ്പ് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1604 ഒരു സെഞ്ചുറി ആണെന്ന് നോക്കുക. സെഞ്ചുറി എന്ന് പറയുമ്പോൾ 100 അല്ലേ? 1600 സെഞ്ചുറിയാണ് അല്ലേ? 1600 സെഞ്ചുറിയാണ്, 1700 സെഞ്ചുറിയാണ്, 1800, 1900, 2000, 2100 ഇതൊക്കെയാണ് സെഞ്ചുറി. അപ്പൊ ഇവിടെ 1604 സെഞ്ചുറി അല്ല. അപ്പൊ നിങ്ങൾ 1604നെ 4 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്ത് നോക്കുക. സെഞ്ചുറി അല്ലെങ്കിൽ 4 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്ത് നോക്കുക. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 401 എന്ന് കിട്ടും. 401 കറക്റ്റ് അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം കണ്ടോ, 1604നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം 1604 എന്താണ്? ലീപ്പ് ഇയർ ആണ്. 1604 ലീപ്പ് ഇയർ ആണ്. ഇനി നമ്മള് അപ്പൊ മനസ്സിലായി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയത് എന്താണ്? ലീപ്പ് ഇയർ ആണെന്ന് മനസ്സിലായി. ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇവിടെ 1700 എന്ന് എടുക്കാം. 1700 ഇത് സെഞ്ചുറിയാണ്, ഇത് സെഞ്ചുറിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് 4 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര വരും? 1700നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 425 എന്ന് വരും. 425 എന്ന് വരും. അപ്പൊ ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഈ 1700 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ അല്ലേ? അല്ല, ലീപ്പ് ഇയർ അല്ല. കാരണം ഇത് സെഞ്ചുറിയാണ്. 1700 എന്ന് പറയുന്നത് സെഞ്ചുറിയാണ്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 425 കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ലീപ്പ് ഇയർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? 1700നെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. സെഞ്ചുറി ആയതുകൊണ്ട് 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഇതിനെന്താണ്? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം 1700 എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ. നോട്ട് എ ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ അല്ല. ഓക്കെ, ലീപ്പ് ഇയർ അല്ല. അപ്പൊ ഇവിടെ ഒന്നുകൂടെ ഞാൻ പറയാം, 1604 ലീപ്പ് ഇയർ ആണ്. കാരണം അത് സെഞ്ചുറി അല്ല. സെഞ്ചുറി അല്ലെങ്കിൽ നമ്മൾ 4 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ 1700 സെഞ്ചുറിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ അർത്ഥം 1700 എന്താണ്? ലീപ്പ് ഇയർ അല്ലെന്ന് മനസ്സിലായി. ഇനി നമുക്കിത് അടുത്ത ഞാൻ ഇവിടെ 1800 എഴുതി അല്ലേ? അപ്പൊ 1800 എന്ന് പറയുന്നത് സെഞ്ചുറിയാണ്. അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് എന്താ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്താണ്? 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം 1800 ഈസ് നോട്ട് എ സെഞ്ചുറി, സോറി നോട്ട് എ ലീപ്പ് ഇയർ. അതെന്താണ്? 1800 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ അല്ല. ലീപ്പ് ഇയർ അല്ല. ഓക്കെ, ഇനി അടുത്തത് ഞാൻ 2000 എടുക്കാം. 2000 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ് കേട്ടോ. 2000 എന്താണ്? ലീപ്പ് ഇയർ ആണ്. ഇത് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 500 എന്ന് വരും. അടുത്തതിനെ നമുക്ക് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം ഇത് സെഞ്ചുറി അല്ലേ? അപ്പം 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 5 എന്ന് വരും അല്ലേ? ലീപ്പ് ഇയർ ആണ്. ഇതിനെ നിങ്ങളൊന്ന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 100 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. 2000നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക്
എത്ര വരും? 20 എന്ന് വരും. ഓക്കെ, അപ്പം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2000 എന്താണ്? ലീപ്പ് ഇയർ ആണ്. ഇനി ഇവിടെ നിങ്ങൾ 1700 ലീപ്പ് ഇയർ അല്ലെന്ന് പറഞ്ഞല്ലോ. നമുക്കിതിനെന്താണ്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 1800 ലീപ്പ് ഇയർ അല്ലെന്ന് മനസ്സിലായി. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ലീപ്പ് ഇയർ ആണ്. ഓക്കെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ലീപ്പ് ഇയർ ആണ് എന്ന് വെച്ച് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇയറും ലീപ്പ് ഇയർ ആണോ? ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ 1604 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞ എന്താണ്? 1604 ലീപ്പ് ഇയർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുവാണ്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇയറും ലീപ്പ് ഇയർ ആണോ? അല്ല. കാരണം എന്താ? അതിവിടെ 1700. ഇതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 425 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. പക്ഷെ 1700 ലീപ്പ് ഇയർ ആയിരുന്നു? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ 1700 ലീപ്പ് ഇയർ അല്ല. ഇനി നമ്മൾ 1800 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 1800 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പക്ഷെ ലീപ്പ് ഇയർ ആണോ? അല്ല. കാരണം എന്താ? 400 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെ 2000 എന്ന് പറയുന്നത് എന്താണ്? ലീപ്പ് ഇയർ ആണ്. നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറ്റും, ലീപ്പ് ഇയർ ആണ്. 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി, പറ്റും, ലീപ്പ് ഇയർ ആണ്. പോരാത്തതിന് നമ്മൾ എന്ത് ചെയ്ത്? 100 കൊണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് നോക്കി. 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അതും പറ്റുന്നുണ്ട്. അപ്പൊ ലീപ്പ് ഇയർ ആണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ 1700 നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പറ്റി, പക്ഷെ അത് ലീപ്പ് ഇയർ ആണോ? അല്ല. 1800 നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, പക്ഷെ ലീപ്പ് ഇയർ ആണോ? അല്ല. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വരിക. ഇവിടെ ഞാൻ പറയുന്നത് 2 പോയിന്റ് ഓർത്താൽ മതി. സെഞ്ചുറി അല്ലെങ്കിൽ അത് ലീപ്പ് ഇയർ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ ലീപ്പ് ഇയർ ആണ്. ഇനി അത് സെഞ്ചുറി ആണെങ്കിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ലീപ്പ് ഇയർ ആണ്, ഇല്ലെങ്കിൽ ലീപ്പ് ഇയർ അല്ല. ഈ 2 പോയിന്റ് മാത്രം ഓർക്കുക. ഇനി നമ്മളിവിടെ ലീപ്പ് ഇയർ കണ്ടുപിടിക്കാൻ പോകുന്നത് എങ്ങനെയാന്ന് നോക്കണേ. ലീപ്പ് ഇയർ കണ്ടുപിടിക്കാൻ പോകുന്നത് എങ്ങനെയാന്ന് നോക്കണേ. ഓക്കെ, ഞാൻ അതിവിടെ എഴുതാം. നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1 ചെയ്യാൻ പോകുന്നത് 1600ന്റെയും y എന്ന് പറയുന്ന ഇയറിന്റെ ഇടയിലുള്ള നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ് അല്ലേ നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1600ന്റെയും വൈയുടെയും ഇടയിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര ഇയേഴ്സ് ഉണ്ടെന്ന് നോക്കണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇയേഴ്സ്. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. എന്താണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഡിവിസിബിൾ ബൈ 4. ഡിവിസിബിൾ ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 1600നും ഇവിടെ എഴുതാവേ, 1600 ലെസ് ദാൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു y അല്ലേ നമ്മുടെ കണ്ടീഷൻ. അപ്പൊ 1600നും വൈക്കും ഇടയിൽ y ഇൻക്ലൂഡഡ് ആണ് അല്ലെ? അപ്പൊ അതിന്റെ ഇടയിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഇയേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാം. അത് ഞാൻ n1 എന്ന് എടുക്കാം. n1 ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് പഠിച്ചാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് എടുത്താൽ മതി. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് 1 മുതൽ ഇങ്ങനെ കൺസിഡർ ചെയ്യുക. 1 മുതൽ y വരെ എത്ര ഇയേഴ്സ് ഉണ്ട്? 1 മുതൽ y വരെ എത്ര ഇയേഴ്സ് ഉണ്ട്? y ഇയേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ y/4, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/4. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/4. ഓക്കെ, ഇങ്ങനെ ഓർക്കുക. 1 മുതൽ വർഷം 1 മുതൽ വർഷം y വരെ എത്ര വർഷമുണ്ട് ഇടയിൽ? y വർഷമുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 മുതൽ 10 വരെ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. 1 മുതൽ 20 വരെ എത്ര എണ്ണം ഉണ്ട്? 20.
1 മുതൽ 100 വരെ 100. അതുപോലെ 1 മുതൽ y വരെ എത്ര എണ്ണം ഉണ്ട്? y ഉണ്ട്. അപ്പൊ ആ y വർഷങ്ങളിൽ, അപ്പൊ അത്രയും വർഷങ്ങളിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വർഷങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/4 ചെയ്താൽ മതി. നിങ്ങൾ ആ സെറ്റ് വേണമെങ്കിൽ ഒന്ന് മനസ്സിൽ ഇങ്ങനെ ഉദ്ദേശിക്കുക. 1 2 3 എക്സെട്ര y, ഇതാണ് സെറ്റ് എന്ന് ഓർത്തോ. അപ്പൊ 1 മുതൽ y വരെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര വർഷങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/4 എടുക്കുക. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/4 എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? 1600നും y-ക്കും ഇടയിലാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 1600/4. ഇതെടുത്താൽ എന്ത് കിട്ടും? 1600 മുതൽ y വരെയുള്ള വർഷങ്ങളിൽ അതിൻ്റെ ഇടയിൽ എത്ര ഇയേഴ്സിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് കിട്ടും. ഇപ്പൊ ഞാൻ അതിങ്ങനെ എടുക്കാവേ. 1 2 3 എക്സെട്ര 1600 എക്സെട്ര y. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആണ് വേണ്ടത്. ഓക്കെ, കാണാമല്ലോ, കണ്ട? ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യുന്നത്? ടോട്ടൽ എടുക്കും. ടോട്ടൽ കണ്ട, ടോട്ടൽ 1 മുതൽ y വരെ ഉള്ളതിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ എണ്ണം അതെങ്ങനെ കണ്ടുപിടിക്കും? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/4 ചെയ്താൽ മതി. മൈനസ് എന്ത് ചെയ്യണം? മൈനസ് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത്, മൈനസ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള. അത് ചെയ്താൽ എന്ത് കിട്ടും? 1600 നോട്ട് ഇൻക്ലൂഡഡ് ആണ്. അവിടം തൊട്ട് y വരെ ഉള്ളതിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് കിട്ടും. ഓക്കെ, അപ്പം 1 മുതൽ 1600 വരെ ഉള്ളതിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 1600/4 ചെയ്താൽ മതി. അപ്പൊ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ നമുക്ക് 1600 നോട്ട് ഇൻക്ലൂഡഡ് അവിടം തൊട്ട് y വരെ ഉള്ളതിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് കിട്ടും. അപ്പൊ ഇതാണ് സ്റ്റെപ്പ് 1. ഓക്കെ, ഇത് സ്റ്റെപ്പ് 1. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/4 മൈനസ് കണ്ട ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 1600/4 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 1600/4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 400 എന്ന് കിട്ടും. 400. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 400 എത്രയാണ്? അത് 400. ഓക്കെ, ഇങ്ങനെ വരും 400. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/4 മൈനസ് 400 എന്ന് കിട്ടി. ഇത് എന്തിന്റെ എണ്ണമാണ്? ഈ n1 എന്ന് പറയുന്നത് എന്തിന്റെ എണ്ണമാണ്? 1600 ലെസ് ദാൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. ഈ റേഞ്ചിൽ വരുന്ന 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇയേഴ്സ്, വർഷങ്ങളുടെ എണ്ണമാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/4 മൈനസ് 400. ഓക്കെ, y/4 മൈനസ് 400. എടി ഇനി ഞാനിവിടെ നോക്കിയേ, നമ്മൾ നേരത്തെ എഴുതിയത് നോക്കിയേ. ഇതിന്റെ ഇടയിൽ എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ടെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ 1603 കഴിയുമ്പം 1604 അല്ലെ, ഇത് ലീപ്പ് ഇയർ ആണ്. അത് കഴിഞ്ഞ് 1608 ലീപ്പ് ഇയർ ആണ്, 1612 ലീപ്പ് ഇയർ ആണ്, 1616 ലീപ്പ് ഇയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഇതിനെ കളയണം, ഇത് കളയണം, ഇത് കളയണം. 1700 ലീപ്പ് ഇയർ അല്ല, 1800 ലീപ്പ് ഇയർ അല്ല. അപ്പൊ അതിനെയൊക്കെ കളയണം. ഏതിനെയൊക്കെ കളയണം? 1700നെ കളയണം, 1800നെ കളയണം അല്ലെ. 1700 1800നെയൊക്കെ കളയണം. എടേ ഇവിടെ 1700 1800 എന്നൊക്കെ പറയുന്നത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതല്ലേ. 1700
1800 എന്നൊക്കെ പറയുന്നത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതല്ലേ? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതല്ലേ? അപ്പൊ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിനെ കളയുക. അതെങ്ങനെ കളയും നോക്കിയേ, അതെങ്ങനെ കളയും? അപ്പൊ സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിവിസിബിൾ ബൈ 100 കണ്ടുപിടിക്കുക. ഡിവിസിബിൾ ബൈ 100 1600ൻ്റെയും കണ്ട ഈ റേഞ്ചില് വരുന്ന 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇയേഴ്സ്, അതിനെ n2 എന്നെടുക്കാം ഇസ് ഈക്വൽ ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ ചെയ്യും നോക്കിയേ. അതിനുവേണ്ടി ഞാൻ 1 2 3 എക്സെട്ര 1600 എക്സെട്ര y. ഫസ്റ്റ് നമ്മൾ ടോട്ടൽ കണ്ട 1 മുതൽ y വരെ കൺസിഡർ ചെയ്യുക. 1 മുതൽ y വരെ ഉള്ള നമ്പർ ഓഫ് ഇയേഴ്സിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുമ്പം എങ്ങനെ വരും? ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ്, ഇവിടെ നോക്കി അറ്റത്ത് വരുന്നത് y. അപ്പോൾ y ബൈ ഡിവിസിബിൾ ബൈ 100 ആണ്. അപ്പോൾ ഇവിടെ 100 എന്ന് എഴുതുക, y ബൈ 100. ഓക്കെ, ഇതാണ് 1 മുതൽ y വരെ ഉള്ളതിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ എണ്ണം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കളയണം? ഇതിൽ നിന്ന് കണ്ട 1 മുതൽ 1600 വരെ ഉള്ളതിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കളഞ്ഞാൽ മതി. അപ്പം മൈനസ് എങ്ങനെ എടുക്കാം? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് ഉണ്ട്, അത് ഇവിടെ അവസാനം വരുന്ന 1600. അപ്പോൾ 1600 ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? 1600 മുതൽ y വരെ അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? ഈ റേഞ്ചിൽ 100 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് കിട്ടും. നമുക്ക് ഈ റേഞ്ചിന്റെ കാര്യമല്ലേ വേണ്ടത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഇത് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് ഈ 2 0 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y ബൈ 100 മൈനസ് കണ്ട 16ന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് എന്ന് പറയുന്നത് 16. അപ്പോൾ n2 കിട്ടി. അപ്പോൾ ഈ n2നെ നമ്മൾ കളയണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. ഞാൻ പറഞ്ഞു ഈ 1700-1800നെയൊക്കെ കളയണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? 100 കൊണ്ട് ഡിവിസിബിൾ ആകുന്നതിനെയൊക്കെ കളഞ്ഞാൽ പോരെ. 100 കൊണ്ട് ഡിവിസിബിൾ ആകുന്നതിനൊക്കെ കളഞ്ഞാൽ മതി. കാരണം 1700നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1800നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കണ്ട ഈ 1800 കഴിഞ്ഞ് 1900, ഇത് സെഞ്ചുറി അല്ലേ? അപ്പോൾ ഇതും എന്താണ്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും പോയിക്കോളും. അപ്പോൾ ഒരു പ്രശ്നമില്ലേ? ഈ 2000 എന്ന് പറയുന്നത് സെഞ്ചുറി അല്ലേ? 2000 എന്താണ്? സെഞ്ചുറിയാണ്. 2000 സെഞ്ചുറിയാണ്. ഇതിനെ നമുക്ക് എന്താണ്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും അതിൽ നിന്ന് പോകത്തില്ലേ? 2000 പോകത്തില്ലേ? 2000 ലീപ്പ് ഇയർ അല്ലേ? പക്ഷെ 2000 നമുക്ക് പോകാൻ പാടില്ലല്ലോ. 2000 എന്താണ്? ഈ സെറ്റിൽ വേണ്ട ആളാണ്. കാരണം 2000 ലീപ്പ് ഇയർ ആണ്. അപ്പം 2000 പോകാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ 2000 എന്ന് പറയുന്നത് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലീപ്പ് ഇയർ അല്ലേ? ഇവിടെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിനെ ആഡ് ചെയ്യുക. 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിനെ ആഡ് ചെയ്യുക. അപ്പം എന്താണ്? ഈ 2000 അതിൽ ആഡ് ആയിക്കോളും. ഇനി 2000 കഴിഞ്ഞാൽ 2400. ഇത് സെഞ്ചുറിയാണ്, ഇത് ലീപ്പ് ഇയർ ആണ്. കണ്ട ഇതിനെ നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇതും എന്താണ്? ഈ സെറ്റിൽ നിന്ന് പോകും. അപ്പം സെറ്റിൽ നിന്ന് അത് പോകാൻ പാടില്ല. കാരണം എന്താ? 2400 ലീപ്പ് ഇയർ ആണ്. അപ്പം അതിനെ ആഡ് ചെയ്യണം. അതിനെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ട 2400 എന്ന് പറയുന്നത് 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിന് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ സ്റ്റെപ്പ് 3 എന്താണ്? സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് സ്റ്റെപ്പ് 3 ഡിവിസിബിൾ ബൈ 400 നോക്കുക. ഡിവിസിബിൾ ബൈ 400
ഡിവിസിബിൾ ബൈ 400. എന്താ സംഭവം എന്താണ്? 1600 കണ്ട ഈ റേഞ്ചിൽ ഡിവിസിബിൾ ബൈ 400 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം എന്നാണ്ടോ, ഇത് കൺസിഡർ ചെയ്യണം. 1 2 3 എക്സെട്ര 1600 എക്സെട്ര വൈ. ഫസ്റ്റ് എന്ത് ചെയ്യണം നമ്മൾ? 1 മുതൽ y വരെയുള്ള വർഷങ്ങളിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ അതെന്ത് വരും? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y ബൈ 400 എന്ന് വരും. മൈനസ് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? കണ്ടോ, 1 മുതൽ 1600 വരെയുള്ള വർഷങ്ങളിൽ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതെന്ത് വരും? 1600 ഡിവൈഡഡ് ബൈ 400. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ റേഞ്ചിൽ വരുന്ന നമ്പർ ഓഫ് ഇയേഴ്സിൽ അല്ലേ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് കിട്ടും. അതാണ് നമ്മുടെ N3. അതെന്ത് വരും? ഇവിടെ നമ്മൾ ഈ 2 0യും ക്യാൻസൽ ചെയ്യാം. 16/4 എന്ന് പറയുന്നത് 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y ബൈ 400 മൈനസ് 4 എന്ന് വരും. y ബൈ 400 മൈനസ് 4. അപ്പോൾ നമുക്ക് N1 കിട്ടി, N2 കിട്ടി, N3 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ എന്ത് ചെയ്യാം, ഒന്നും കൂടി ഞാൻ ഇവിടെ ആ സെറ്റ് ഒന്ന് എഴുതാം. നമുക്ക് വേണ്ട സെറ്റ്, ലീപ്പ് ഇയറിൻ്റെ സെറ്റ് നോക്കിയേ. 1600 ലെസ് ദാൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. ഇതാണ് നമ്മുടെ റേഞ്ച്. ഇതിൽ വരുന്ന ലീപ്പ് ഇയേഴ്സിൻ്റെ സെറ്റ് ഞാനൊന്ന് നോക്കാം. കണ്ട, ഈ ഒരു റേഞ്ചിൻ്റെ സെറ്റ് ഞാൻ എഴുതാം. 1601, 1602, 1603, 1604. ഇനി ഞാൻ എക്സെട്ര ഇടാണ്. എക്സെട്ര 1700, 1800 എക്സെട്ര 2000, 2400 എക്സെട്ര വൈ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് ലീപ്പ് ഇയേഴ്സ് കിട്ടണം. ലീപ്പ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഒഴിവാക്കണം? കണ്ട, ഈ 1601 പോകണം, 1602 പോകണം, 1604 പോകണം. ബാക്കി മിച്ചം 1604 ലീപ്പ് ഇയർ ആണ് അല്ലേ? അങ്ങനെ 4ൻ്റെ മൾട്ടിപ്പിൾസ് 1608, 1612, 1616 ഒക്കെ നമ്മുടെ സെറ്റിൽ വേണം. ഇനി 1700 കളയണം, കാരണം ഇതിനെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 1800 കളയണം അല്ലേ? ബാക്കി നമുക്ക് 2000 വേണം, 2400 വേണം. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. അപ്പം 1601, 1602, 1603 കളയണം. ഇതൊക്കെ കളയണം. ഇത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? L ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ്. നിങ്ങൾ N1 നോക്കിയേ, ഞാനിവിടെ കണ്ടുപിടിച്ച് N1 എന്ന് നോക്കിയേ. N1 എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y ബൈ 4 മൈനസ് 400. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ റേഞ്ചിൽ 4 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന വർഷങ്ങളാണ് ഇതിൽ വരുന്നത്. വർഷങ്ങളുടെ എണ്ണമാണ് ഇതിൽ വരുന്നത്. അപ്പം എന്താണ്? ഓൾറെഡി ഈ 1601, 1602, 1603 ഒക്കെ ക്യാൻസൽ ആയിപ്പോയില്ലേ? കാരണം എന്താണ്? ഇതിനെയൊന്നും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഓൾറെഡി എന്താണ്? ക്യാൻസൽ ആയിപ്പോയി. അപ്പം നമുക്ക് എഴുതാം. ഫസ്റ്റ് N1 എഴുതാം. N1 എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y ബൈ 4 മൈനസ് 400. y ബൈ 4 മൈനസ് 400 കേട്ടോ. അപ്പം എന്താണ്? ഈ 1601, 1602, 1603 അങ്ങനെയുള്ളതൊക്കെ ക്യാൻസൽ ആയിപ്പോയി കേട്ടോ.
ഇനി ബാക്കി മിച്ചം കിടക്കുന്ന ഏതൊക്കെയാണ്? 1700, 1800, 1900, കണ്ട 2000, 2100, 2200, 2300, 2400 അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ ഈ സെറ്റിൽ കിടക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കളയണം? ഇനി 1700, 1800, 1900, 2100, 2200, 2300, 2500 അങ്ങനെയുള്ളതിനൊക്കെ കളയണം. അങ്ങനെയുള്ളതിനൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിച്ചത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/100 - 16. ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 100. ഈ റേഞ്ചിൽ 100 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ഇയേഴ്സ് ആണ് ഇത്. അപ്പം അത് കളയുക. അത് നമുക്ക് കളയാം. നോക്കിയേ, മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/100 മൈനസ്, കണ്ട ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടണവേ, ഇവിടെ ബ്രാക്കറ്റ് ഇടണം, -16 കളഞ്ഞ. അപ്പം ഏതൊക്കെ പോയിടാം? അപ്പം ഏതൊക്കെ പോയി? 1700 പോയി, 1800 പോയി, 1900 പോയി, കണ്ടാ ഈ 2000 പോയി, 2100, 2200, 2300 അങ്ങനെ സെഞ്ചുറികളൊക്കെ പോയി. അപ്പോൾ ഒരു പ്രശ്നമില്ലേ? ഈ 1700, 1800, 1900 കളയാൻ നോക്കിയപ്പോൾ നമ്മുടെ ലീപ്പ് ഇയേഴ്സ് ആയിട്ടുള്ള കണ്ട 2000 എന്താ? സെഞ്ചുറിയാണ്, ഇതൊരു ലീപ്പ് ഇയർ ആണ്. 2400 എന്ന് പറയുന്നത് സെഞ്ചുറിയാണ്, ഇതും ലീപ്പ് ഇയർ ആണ്. 2800 ഇത് സെഞ്ചുറിയാണ്, ഇതും ലീപ്പ് ഇയർ ആണ്. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്തടാ? ഇതിൽ നിന്ന് പോയി. ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്ത്? അതിൽ നിന്ന് പോയി. നമ്മുടെ എയിം എന്തായിരുന്നു? 1700, 1800, 1900, 2100, 2200, 2300 അങ്ങനെയുള്ള സെഞ്ചുറിയൊക്കെ കളയാനാണ് നമ്മൾ നോക്കിയത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്ത്? 2000, 2400, 2800 കണ്ട ലീപ്പ് ഇയേഴ്സ് ആയിട്ടുള്ളവന്മാരൊക്കെ പോയി. അപ്പൊ ഇതും കൂടി നമുക്ക് ആഡ് ചെയ്യണ്ടേ? ഇവന്മാര് ലീപ്പ് ഇയർ അല്ലേ, അപ്പൊ അത് നമുക്ക് ആഡ് ചെയ്യണ്ടേ? അപ്പൊ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ N3 കണ്ടുപിടിച്ചത്. N3 എന്ന് പറഞ്ഞാൽ എന്താടാ? ഈ റേഞ്ചില് കണ്ടാ 400 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പർ ഓഫ് ഇയേഴ്സ്, 400 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പർ ഓഫ് ഇയേഴ്സ്, അതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/400 - 4. കണ്ടാ ഇവിടെ നമുക്ക് 2000-നെയും 2400-നെയും 2800-നെയൊക്കെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം യോമാരെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഇത് ആഡ് ചെയ്താൽ പോരെ? ഇതെന്ന് പറയുന്നത് 400 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ എണ്ണം. അപ്പം ഇത് ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി 2000, 2400, 2800 പോലെയുള്ളതൊക്കെ എന്താകും? നമ്മുടെ ഈ ലീപ്പ് ഇയേഴ്സിൻ്റെ എണ്ണത്തിൽ ആഡ് ആകും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് നോക്കട്ടെ, y/400 - 4, y/400 - 4. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലീപ്പ് ഇയേഴ്സിന്റെ എണ്ണം. അപ്പൊ ഇതെന്താ? ഈ പ്രൂഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പ്രൂഫാണ്. ഇപ്പൊ എന്താ, എൻ്റെ മാക്സിമം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ട് ഇനിയും എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് സ്വന്തമായി ആലോചിച്ച് മനസ്സിലാക്കിയെടുക്കുക. എൻ്റെ മാക്സിമം ഞാനിവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് L is equal to greatest integer part of y/4 എഴുതാം. y/4 ഉണ്ടാ, ഇവിടെ ഒരു മൈനസ് ഇല്ലേ? അപ്പോൾ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പം മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/100. ഓക്കെ, ഇവിടെ പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് y/400. ഓക്കെ, ഇനി നമ്പേഴ്സ് മാത്രമായിട്ട് എഴുതാം. ഇവിടെ -400, ഇവിടെ നോക്കിയേ മൈനസ് ഓഫ് -16 എന്ന് പറയുമ്പോൾ +16, ഇവിടെ -4. അപ്പം ഇത് ചെയ്യുമ്പം നമുക്ക് ഫൈനലി കിട്ടുന്നത് L is equal to greatest integer part of y/4 minus greatest integer part of y/100 plus greatest integer part of y/400 minus
388 എന്ന് വരും. 388 കണ്ടോ. ഫയലിൽ നമുക്ക് ഇങ്ങനെ കിട്ടി. നമ്മൾ എന്ത് ചെയ്ത് ഷോ ചെയ്ത്. ഒരു പ്രൂഫാണ് കണ്ടോ. ഒരു പ്രൂഫ് മൈൻഡിൽ നിങ്ങൾ എടുത്താൽ മതി. കണ്ടോ കിട്ടിയില്ലേ. കണ്ടോ ഇത് നമുക്ക് ഫൈനലി കിട്ടി. ഓക്കെ അല്ലേ.